നമുക്കിന്ന് പപ്പായ വെച്ചിട്ടേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കിയാലോ. നല്ല ചൂടാണല്ലേ, കൂടെ നമ്മുടെ നോമ്പും വരുവാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് തുറക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചൂടിനും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമും ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് കൂട്ടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഈ ബദാമിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ ബദാമും കുറച്ച് അധികം നമ്മൾ കുതിർത്തെടുക്കുക. എന്നിട്ട് ബാക്കിയുണ്ടല്ലോ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. എന്നാൽ നമുക്കിതുപോലെ ഓരോ ദിവസവും കുതിർത്തെടുക്കാതെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഓരോ ദിവസവും നമുക്ക് ജ്യൂസാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പായാണ് വേണ്ടത് കേട്ടോ. പപ്പായ എന്ന് പറഞ്ഞാൽ നല്ല പഴുത്തതിനെ എടുക്കുക. നമുക്ക് നാടൻ പപ്പായ കിട്ടുമല്ലോ, അത് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അഥവാ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല പഴുത്ത തന്നെ വാങ്ങാനായിട്ട് നോക്കുക. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ നിങ്ങൾക്ക് പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഞാൻ 1/4 കപ്പോളം ബദാം നമ്മൾ നേരത്തെ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പപ്പായയുടെ മധുരവും എല്ലാം കൂടെ നോക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 4 ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ കട്ടിയുള്ളതാണെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാൽ ചേർക്കാൻ താല്പര്യമില്ലെങ്കിലേ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് വാട്ടറും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ കുറച്ച് ചിൽഡായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 കപ്പോളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 രീതിയിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാം കേട്ടോ. നമ്മളിതിൽ ബദാമും കാഷ്യൂനട്ടൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതിനൊരു ക്രീമി കളർ അല്ലാതെ തന്നെ കിട്ടും. പിന്നെ കുറച്ചുകൂടെ റിച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് പാലും കൂടെ ചേർത്തിട്ടാണ് അടിച്ചെടുത്തേക്കുന്നത്. നമ്മൾ ചേർത്ത ആ ബദാമും കാഷ്യൂനട്ടൊക്കെ ഉണ്ടല്ലോ, അത് നല്ല പോലെ തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ. പിന്നെ നമ്മുടെ പപ്പായ എടുക്കുമ്പോൾ നല്ല പപ്പായ തന്നെ എടുക്കാനായിട്ട് നോക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പപ്പായ ഉണ്ടല്ലോ, ചിലതൊക്കെ ഒരു കട്ടിപ്പ് ഉണ്ടാവും. അങ്ങനത്തെ പപ്പായയിൽ നിങ്ങൾ ഏത് ജ്യൂസ് അടിച്ചാലും ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യൂല കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോഴും പപ്പായ എടുക്കുമ്പോൾ നല്ല പഴുത്തത് അതല്ലെങ്കിൽ നാടൻ പപ്പായനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ജ്യൂസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടാണ് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നത്. നമ്മളിതിൽ പഞ്ചസാര ഒന്നും ചേർക്കാതെയാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ ഈ ഒരു വേനലിനും അതുപോലെ നോമ്പിനും ഒരുപാട് പേര് ഇങ്ങനെ ഷുഗർ ഡയറ്റ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ഉള്ളവർക്ക് കൂടെ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതായത് അങ്ങനെ ഫോളോ ചെയ്താലാണ് നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.